ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. നമുക്ക് ഭാഗവത കീർത്തനം വേറൊരു കീർത്തനം, അതിന് പേര് അച്യുതാഷ്ടകം. അച്യുത അഷ്ടകം ചൊല്ലാം. എനിക്ക് അത് ചൊല്ലാൻ ഇച്ചിരി മുകളിലോട്ടൊക്കെ പോകാൻ പറ്റൂല, സൗണ്ട് പോകത്തില്ല, സൗണ്ട് അടച്ചൊക്കെ കൊണ്ട്. അവിടെ വരുമ്പോൾ സൗണ്ട് അങ്ങ് പോകും. നമുക്ക് എന്നാലും വെക്കാന്നൊക്കെ ചെല്ലാം. ഇതിനകത്ത് എന്തോ ഭഗവാനെ സ്തുതിക്കുന്നതിന് എങ്ങനെയായാലും സ്തുതിക്കണം, പക്ഷേ ഇത് സൗണ്ട് ഒട്ടും പോകത്തെന്ന് എനിക്കറിയാം. എപ്പോഴും കേൾക്കുന്ന നമുക്കൊക്കെ അറിയാമല്ലോ വയ്യാത്തതുകൊണ്ടാണെന്ന്. ഭഗവാനാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, എപ്പോഴും ഭഗവാനല്ലേ ഇതൊക്കെ ചെയ്യിക്കുന്നത്, വയ്യെങ്കിലും. ആണ്ടേ അച്യുത അഷ്ടകം. തൊണ്ട. അച്യുതം കേശവം രാമനാരായണം, കൃഷ്ണദാമോദരം വാസുദേവം ഹരിം, ശ്രീധരം മാധവം ഗോപികാവല്ലഭം, ജാനകി നായകം രാമചന്ദ്രം ഭജേ. അവിടെ വരുമ്പോഴാണ് ഒക്കാത്തത്, ജാനകി നായകം അവിടെ ഉറക്കെ എടുക്കണം. അച്യുതം കേശവം സത്യഭാമാധവം, മാധവം ശ്രീധരം രാധികാരാധിതം, ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം, ദേവകീ നന്ദനം നന്ദനം സന്തതി, വിഷ്ണവേ ജിഷ്ണവേ ശംഖിനി ചക്രിണി, രുക്മിണീ രാഗിണി ജാനകി ജാനയെ, വല്ലവീ വല്ലഭായാർച്ചിതായാത്മനി, കംസവിധ്വംസിനി വംശിനേ ദേ നമ. കൃഷ്ണ ഗോവിന്ദ ഹേ രാമ നാരായണ ശ്രീപദേ, വാസുദേവാജിത ശ്രീനിധേ, അച്യുതാനന്ദ ഹേ മാധവാധോഷജ, ദ്വാരകാ നായക ത്വൽപദാബ്ജം ഭജെ. രാക്ഷസ ശോഭിത സീതയാ ശോഭിതോ, ദണ്ഡകാരണ്യ ഭോ പുണ്യതാ കാരണം, ലക്ഷ്മണേനാന്യുതോ വാനരൈ സേവിതോ, അഗസ്ത്യ സംപൂജിതോ രാഘവ പാതുമാം. ധേനുകാരിഷ്ടകാനിഷ്ട ഹൃദ്ദേശിണാം കേശിഹ, കംസഹൃദ്വംശികാവാദക പൂതനാലോപക, സൂരജാഖേലനു ബാലഗോപാലക പാതുമാം സർവദാ. വിദ്യുദ്യോതവൽ പ്രസ്ഫുരദ്വാസസം, വിദ്യുദ്യോതവൽ പ്രസ്ഫുരദ്വാസനം, ദ്വാസസം നാദി കിടക്കുന്നേ. വിദ്യുദ്യോതവൽ പ്രസ്ഫുരദ്വാസ സംപ്രാവിഡംബോധ വൽ പ്രോല്ലസദ്യുഗ്രഹം, വന്യയാമാലയ ശോഭിതോരസ്ഥലം, ലോഹിതാഘ്രിദ്വയം വാരിജാക്ഷം ഭജെ. കുഞ്ചിതൈ കുന്തലൈ ഭ്രാജമാനനം, രത്നമൗലിം ലസൽ കുണ്ഡലം ഗണ്ഡയോ, ഹാരകേയൂരകം കങ്കണം പ്രോജ്വലം, കിങ്കിണീ മഞ്ജുളം ശ്യാമളം ദം ഭജെ.
അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജെ ജാനകീനായകം രാമചന്ദ്രം ഭജേ. എല്ലാ മക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ്വമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാ മക്കൾക്കും, അസുഖമുള്ള മക്കൾക്കെല്ലാം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇതിലുള്ള മക്കളല്ലാതെ ഒരുപാട് മക്കളെല്ലാവർക്കും, ഇന്ന് ലോകമേ എല്ലാവർക്കും അസുഖങ്ങളാണല്ലോ. എല്ലാവരെയും ഭഗവാൻ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കണ്ണ കരോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണ മുകിൽ വർണ്ണനി. കണ്ണ കരോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണ മുകിൽ വർണ്ണനി. ഭക്തർക്കഭയമല്ലോ കണ്ണ മുക്തിക്കും ഉടയവനേ. ഭക്തർക്കഭയമല്ലോ കണ്ണ മുക്തിക്കും ഉടയവനേ. കണ്ണ കരോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണ മുകിൽ വർണ്ണനി. കണ്ണ കരോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണ മുകിൽ വർണ്ണനി. ഈരേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലോ. ഈരേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലോ. കണ്ണ കരോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണ മുകിൽ വർണ്ണനി. സർവഭക്തരും വാഴ്ത്തി സ്തുതിക്കും നിഷ്കള പരബ്രഹ്മ വസ്തുവം നീയെ. സർവഭക്തരും വാഴ്ത്തി സ്തുതിക്കും നിഷ്കള പരബ്രഹ്മ വസ്തുവം നീയെ. കണ്ണ കരോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണ മുകിൽ വർണ്ണനി. ഭക്തർക്കഭയമല്ലോ കണ്ണ മുക്തിക്കും ഉടയവനേ. ഈരേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലോ. സർവഭക്തരും വാഴ്ത്തി സ്തുതിക്കും നിഷ്കള പരബ്രഹ്മ വസ്തുവും നീയേ. കണ്ണ കരോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണ മുകിൽ വർണ്ണനി. 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 എല്ലാ ഭക്തമക്കളും ആ പാട്ട് കേട്ട് പാടണം. കാരണം എനിക്ക് ഭക്തി വർദ്ധിക്കാൻ വേണ്ടി ഞാൻ തന്നെ എഴുതുന്ന പാട്ടുകളാണ് അത്. എനിക്കതൊക്കെ പാടുമ്പോഴാണ് ഭക്തി വർദ്ധിക്കുന്നത്. ഞാൻ സ്വന്തമായി പണ്ടേ ഇരുന്ന് ഇങ്ങനെയൊക്കെയാണ് ചൊല്ലുന്നത്. ഓരോ ഭഗവാനെ പറ്റി ഓരോ പാട്ട് തോന്നിക്കും, അപ്പോൾ അത് ചൊല്ലും. അപ്പോൾ ആനന്ദത്തിൽ നിറയും. അങ്ങനെ ചൊല്ലണം. എല്ലാ മക്കൾക്കും ഭക്തി വർദ്ധിക്കാൻ വേണ്ടി നന്നായി ആനന്ദിച്ച് പാടുക, ഭഗവാനെ ലയിക്കുക. നമുക്ക് ഭഗവാന്റെ കുഞ്ഞായുള്ള കുഞ്ഞിൻ്റെ ലീല, ബാലലീല, കണ്ണൻ്റെ, ഭഗവാൻ കൃഷ്ണൻ്റെ കുട്ടിനാളിലെ ഓരോ മാസം തോറും മാസങ്ങൾ കഴിയും തോറും ഇപ്പോൾ പേരിടയിൽ കൊണ്ട് കഴിഞ്ഞു നാമകരണം. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ മാസങ്ങൾ പിന്നെ ഓരോ വയസ്സാവും. അങ്ങനെ അങ്ങനെ പോകുമ്പോൾ കുഞ്ഞിൻ്റെ കളികളാണ് നമ്മുടെ കുഞ്ഞു കണ്ണൻ്റെ. നമുക്കത് വായിക്കാം. അക്കാലം അങ്ങനെ ഇരിക്കുമ്പോൾ അംബുജനേത്രനാ ഉണ്ണിയും അഗ്രജനാകിയ ശ്രീ ബലഭദ്രനും നിത്യം വഴിയേ വളർന്നു തുടങ്ങിനാർ. മർത്യവേഷേണ മനോജ്ഞഭാവത്തോടും സുസ്മിത വക്ര പത്മങ്ങളോടും ബഹുവിസ്മയം സർവനേത്രേ ഇന്ദ്രിയങ്ങൾക്ക് ഓരോ വൃത്തികൾ കൊണ്ട് ചേർത്ത് അമ്മമാർ തന്നുട ചിത്താംബുജങ്ങൾ മോദിക്കുമാറങ്ങനെ
പൃഥ്വീതലത്തിൽ കിടത്തിനാലാശു സുവ്യക്തമാറു നീന്തി തുടങ്ങിടിനാർ. കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ഓരോ ദിവസം ചെല്ലുന്തോറും അഗ്രജനാകിയ ശ്രീ ബലഭദ്രൻ, ജ്യേഷ്ഠനാണ് അഗ്രജൻ, ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ ജ്യേഷ്ഠനായ ബലഭദ്രൻ, പേര് രാമൻ, ബലഭദ്രൻ, അങ്ങനെയൊക്കെ പേരിട്ടല്ലോ. അവർ രണ്ടുപേരും കൂടെ നിത്യം ഇങ്ങനെ വഴിയേ വളർന്നു തുടങ്ങി. ഓരോ ദിവസം ചൊല്ലുന്തോറും കുഞ്ഞുങ്ങൾ വളർന്നു വന്നു. മർത്യവേഷേണ മനോജ്ഞഭാവത്തോടും സുസ്മിത വക്ത്ര പത്മങ്ങളോടും സുന്ദരമായിരിക്കുന്ന അഴകോടെ മുഖങ്ങളും അങ്ങനെ വളർന്ന് മർത്യവേഷണ മനുഷ്യവേഷേണ അങ്ങനെ നല്ല വക്ര പത്മങ്ങളോടും ബഹുവിസ്മയമാണ്. എല്ലാവർക്കും അത്ഭുതവും ആശ്ചര്യവും ആണ് വിസ്മയം. സർവനേത്രേ ഇന്ദ്രിയങ്ങൾക്ക് ഓരോ വൃത്തികൾ കൊണ്ട് ചേർത്ത അമ്മമാർ തന്നെ ചിത്താംബുജങ്ങൾ അവിടെ ഹൃദയത്തിൽ എത്രമാത്രം ആനന്ദം കൊണ്ട് ഉണ്ടാകുന്നു. എന്താ? കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും നേത്രേന്ദ്രിയങ്ങൾ, നേത്രം കൊണ്ടുണ്ടാകുന്ന ഓരോ നോട്ടങ്ങളും വൃത്തികൾ എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാ കണ്ണുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ എന്ത് കാണിച്ചാൽ അത്ര ഭംഗി. പിന്നെ ഭഗവാന്റെ കാര്യം പറയണോ? അപ്പോൾ അത് എങ്ങനെ ചിത്താംബുജങ്ങൾ ഈ അമ്മമാരുടെ ഹൃദയത്തിൽ ചേർത്ത് ആനന്ദം കൊണ്ട് മോദിക്കുമാറങ്ങനെ പൃഥ്വീതലത്തിൽ ഈ ഭൂമിയിൽ കിടത്തിനാൽ ആശ് സുവ്യക്തമാറു നീന്തി തുടങ്ങി. അപ്പോഴത്തെ കുഞ്ഞുങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ നീന്തി കളിക്കുന്നു. പെട്ടെന്ന് നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീരും, പക്ഷേ അതിനുള്ള മാസങ്ങൾ എടുക്കും. അങ്ങനെ വ്യക്തമാർ നീന്തി തുടങ്ങിയിടിനാർ. ചില അക്ഷരങ്ങളൊന്നും വെളി വരത്തില്ല മക്കളെ, സൗണ്ട് അടച്ചിരിക്കുന്നുണ്ട്. ധൃഷ്ടതയോടിഴഞ്ഞങ്ങ് തുടങ്ങിനാരൊട്ടൊട്ടുമുട്ടുകൾ ഊന്നി നടക്കയും പുഷ്ടി കലർന്നെഴുന്നേറ്റു കാൽമുട്ടുകൾ തുഷ്ടിയാ പിടിച്ചുകൊണ്ട് ഒട്ടൊട്ടു നിൽക്കയും. കുഞ്ഞുങ്ങൾ ഇനി പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ, നമുക്കറിയാമല്ലോ. ഒട്ടൊട്ട് മുട്ടുകൾ ഊന്നി നടക്കും, ഇഴഞ്ഞിഴഞ്ഞ് നിൽക്കുമ്പോൾ. പിന്നെ പുഷ്ടികൾ എഴുന്നേറ്റ് കാൽമുട്ടുകൾ കൊണ്ട് നിൽക്കും, പിടിച്ചുകൊണ്ട് ഒട്ടൊട്ട് നിൽക്കും, വെള്ളത്തിലൊക്കെ പിടിച്ചു നിൽക്കും. അതാണ് ഒട്ടടി വച്ചും നടന്നും മറഞ്ഞു പോയി പെട്ടെന്ന് വീണും കരഞ്ഞു എഴുന്നുടൻ. വീഴും, പിന്നെ കരയും, പിന്നെ എണീക്കും. ദൃഷ്ടികൾക്കേറ്റം ആനന്ദവിലാസങ്ങൾ ദൃഷ്ടിയാ ചിരതരം ആചരിച്ചിടിനാർ. അന്നു ദന്തങ്ങളും വന്നു നിഴലിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ പല്ല് വന്നു. ദന്തങ്ങൾ ഈ രണ്ട് പല്ല് വരുമല്ലോ. അന്നു ദന്തങ്ങളും വന്നു നിഴലിച്ചു. നന്ദിത നന്ദനമാരാം ജനനികൾ ചെന്നെടുത്താശു മുലകൾ നൽകും വിധോ നന്നായി അറിയായി ചമഞ്ഞു മുലകൾക്കും. എന്നുവെച്ചാൽ പല്ല് വന്നെന്ന് മുല പറയും, പല്ലിൻ്റെ കടി കൊള്ളും. അപ്പോൾ കുഞ്ഞിന് പല്ല് വന്നെന്ന് അതാണ് മുലകൾക്ക് നന്നായി മനസ്സിലായി പല്ല് വന്നെന്ന്, അതാണെന്ന് തോന്നുന്ന അർത്ഥം. ചെന്നെടുത്ത ആശ് ഈ കുഞ്ഞുങ്ങളെടുത്ത് പാല് കൊടുക്കുമ്പോൾ നന്നായി അറിഞ്ഞു. ആരറിഞ്ഞു? ഈ പാല് കുടിക്കുമ്പോൾ ഈ ദേഹം മുലകൾ അറിയും, ആ കുട്ടിക്ക് കുഞ്ഞിന് പല്ല് വന്നല്ലോ, കുഞ്ഞിന് കണ്ണന് പല്ല് വന്നല്ലോ. അങ്ങനെ നോക്കുമ്പോൾ 2 പല്ല് ഇങ്ങനെ ഇരിക്കും. അതാരാണ് അറിയുന്നത്? മുലകൾ. കാരണം പാല് കുടിക്കുമ്പോൾ പല്ല് കൊള്ളുമ്പോഴാണ്. അങ്ങനെ മുലകൾക്കും മന്ദസ്മിതാനന്ദ സുന്ദര വക്രാരവിന്ദങ്ങൾ കാണുന്നവർ കണ്ണിനാനന്ദവും. അങ്ങനെ കാണുന്നവർക്കെല്ലാം ആ മന്ദസ്മിതമാകുന്ന സുന്ദര മുഖം, വക്രാരം അരവിന്ദമായിരിക്കുന്ന ആ മുഖങ്ങൾ കാണുമ്പോൾ കണ്ണിന് എല്ലാവർക്കും ആനന്ദം ഉണ്ടാകും. വന്നു മുഴുത്തു നിന്ന് അന്യസ്മൃതികളും എന്നിയെ നന്നായി രമിച്ചാരഖിലരും. എല്ലാവർക്കും സന്തോഷമായി, ആനന്ദമായി. ചുംബനാലിംഗനാദ്യാദി കൊണ്ടമ്മമാർ സർവദാ നന്ദിനിമാരായി തന്നുഹം. ചുംബനാലിംഗനാദ്യാദി കൊണ്ട് അമ്മമാർ, ഒരമ്മയല്ല, അവിടെ ഉള്ള എല്ലാ പിന്നെ ഗോപസ്ത്രീകളൊക്കെ കുഞ്ഞിന് അമ്മയാണ്. കാരണം എല്ലാവരും എടുത്ത് മുത്തം കൊടുക്കും. അപ്പോൾ എല്ലാവരും നന്ദിനിമാരാവും. ഇവിടെ നന്ദിനി ആരാണ്? യശോദയാണ്. പക്ഷെ ഇവിടെ ചുംബനാലിംഗനാദ്യാദി കൊണ്ട് അമ്മമാർ. അപ്പോൾ ഒത്തിരി അമ്മമാരോടുണ്ടെന്ന് അർത്ഥമായി. അവരെല്ലാവരും ചുംബനം കൊടുക്കുമ്പോൾ കുഞ്ഞു വിചാരിക്കുന്നത് എല്ലാം യശോദാമ്മയാണെന്നാ. അപ്പോൾ സർവദാ നന്ദിനിമാരായി തന്നുഹം. ആ ഭീരജാതികളെ വരും നന്ദിച്ചത് ഉണ്ണികൾ തൻ വിലാസങ്ങളാൽ എത്രയും കിങ്ങിണിയും തളയും വളയും മണി ചങ്ങല പൊന്നരഞ്ഞാൺ ഗളസീമനി തിങ്ങും പുലിനഖവും കുഴൽ മോതിരം ഇങ്ങനെയുള്ള നിത്യാഭരണങ്ങളും തങ്ങൾ അണിഞ്ഞു. ബാലന്മാരിരുവരും എങ്ങുമേ മണ്ടി നടന്നു തുടങ്ങിനാർ. അങ്ങനെ അവർ നടത്തം തുടങ്ങി, മണ്ടി ഓട്ടം തുടങ്ങി. എന്തൊക്കെ ഇട്ടുകൊണ്ടാ? എല്ലാ ആഭരണങ്ങളെല്ലാം ഉണ്ട്.
കിങ്ങിണിയുണ്ട്, തളവള മണി, ചങ്ങല പൊന്നര, അരഞ്ഞാണ്, പുലിനഖം കെട്ടിയ ഇതൊക്കെ, കുഴൽ മോതിരം എല്ലാം ഉണ്ട്. എല്ലാം ഇട്ടുകൊണ്ട് മണ്ടി നടന്നു തുടങ്ങി, ഓടി ഓടി തുടങ്ങി. കുഞ്ഞപ്പോഴത്തേക്ക് അത്രയും വളർന്നു പെട്ടെന്ന് തന്നെ. അങ്ങനെ ഓടിനാർ. കണ്ടവർ കണ്ടവർ തമ്മുടെ പിന്നാലെ മണ്ടി വിരവോട് ചെല്ലും. ഈ കണ്ടവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ കൂടെ പുറകെ കുഞ്ഞുങ്ങൾ ചെല്ലും. കുഞ്ഞുങ്ങൾ ആരെ കണ്ടാലും അവിടെ എല്ലാവരും അത്രമാത്രം സ്നേഹമുള്ളവരാ. അവരെ കാണുമ്പോൾ കണ്ടവർ ആരെങ്കിലും അതിലേ പോയാൽ അവരുടെ പിന്നാലെ മണ്ടി വിരവോട് ചെല്ലും, ഓടി ചെല്ലും. ശിശുക്കളെ കണ്ടുകൊള്ളുവാൻ കൊതിച്ചുണ്ടായ കൗതുകം കൊണ്ട് അവരിങ്ങു മറിഞ്ഞു നോക്കും വിധവും. അവരെ കാണാൻ കൊതിച്ച് വഴിപോക്കരാണെങ്കിൽ ചെന്ന് കുഞ്ഞിനെ പെട്ടെന്ന് എടുക്കത്തില്ല ആരും. കാരണം പരിചയമില്ലാത്തൊരു കുട്ടിയെ പരിചയമില്ലാത്തൊരാൾ വന്ന് എടുത്താൽ പോരെങ്കിൽ ആഭരണങ്ങളായിട്ട ഒരു കുട്ടിയാണ്. അതുകൊണ്ട് അവർ ഒളിച്ചു നിന്നൊക്കെയാണ് അവർ കണ്ടുകൊള്ളുവാൻ കൊതിക്കും. ഈ കണ്ടവർ കുഞ്ഞുങ്ങൾ ഓടി ചെല്ലും. അവരിങ്ങനെ കൊതിച്ചുണ്ടായ കൗതുകം കൊണ്ട് അവരിങ്ങ് മറിഞ്ഞു നോക്കും. പോയ വഴിയിൽ ഇങ്ങനെ തിരിഞ്ഞ് നോക്കും കുഞ്ഞിനെ. അത്ര സന്തോഷത്താൽ കുണ്ഠത പൂണ്ട് ഭീ കൊണ്ടെന്ന പോലെ ചെന്നിണ്ടലോടെ കരഞ്ഞ അമ്മമാർ തമ്മുടെ മുമ്പിൽ വീഴുമ്പൊഴുത് അൻപ് കൊണ്ട് ഏറ്റവും സംഭ്രമത്തോട് എടുത്ത് ഓമൽമൈ തന്നെ ചേറും പൊടിയും തുടച്ചെടുത്ത് ആദരാലേറെ കനിഞ്ഞു പുണർന്നു മുകർന്നുടൻ പോർമുല ക്ഷീരവും നൽകി ഇണങ്ങി അങ്ങാമോദശാലിനിമാരിരുത്തും വിധോ. അങ്ങനെ കുഞ്ഞുങ്ങൾ പുറകെ ഓടി ചെല്ലുമ്പോൾ അവർ മറിഞ്ഞു നിന്ന് നോക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങൾ തിരിഞ്ഞോടുകയും ചെയ്യും. കുഞ്ഞുങ്ങൾ അങ്ങനെയല്ലേ, അങ്ങോട്ട് കന്നുകിടാങ്ങൾ എങ്ങനെയാ, അങ്ങോട്ടൊന്ന് ചാടി ഇങ്ങോട്ടൊന്ന് ചാടി തിരിഞ്ഞും പിരിഞ്ഞും പോയി ഒച്ച നിന്നൊരു പാല് കുടിക്കും, തള്ളയുടെ വീണ്ടും തിരിഞ്ഞൊരു ഓട്ടം ഓടി, ഇങ്ങനെയൊക്കെയല്ലേ. അത് തന്നെയാണ് ഈ കണ്ണനും കാണിക്കുന്നത്. അങ്ങനെ അപ്പോൾ അമ്മമാരുടെ മുമ്പിൽ ചെന്നങ്ങ് വീഴുമ്പോൾ അൻപ് കൊണ്ടേറ്റവും അത്ര സന്തോഷമായിട്ട് അവരെടുത്ത് സംഭ്രമത്തോടെടുത്ത് ഓമൽമയുടെ ആ ചേറും അഴുക്കും പൊടിയൊക്കെ തുടച്ച് കടഞ്ഞിട്ട് ആദരാൽ എന്ത് കൊടുക്കും? പാല് കൊടുക്കും. അങ്ങനെ കൂടെ തുടർന്ന് എഴുന്നേറ്റ് ചെന്ന് ഏറ്റവും കാടുകളാചരിച്ചിടിനാർ മേൽക്കുമേൽ നിത്യം പ്രഭാത സമയേ ജനനിമാർ ചിത്തം തെളിഞ്ഞുണരുന്നതിൻ മുന്നമേ. അങ്ങനെ ജനനിമാരൊക്കെ അവിടെ രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നതിന് മുന്നമേ ഭക്ഷോജയുഗ്മം നുകർന്നു സംതൃപ്തരായി ലക്ഷണയുക്ത മഹാചരിത്രങ്ങളും കൃത്വ മധുരഗീതേന നന്ദാധികം ഗത്വാ മതിച്ചിട്ടു പിൽപ്പാട് ഓരോ വിധം ചിത്രചരിത്രങ്ങൾ ആചരിച്ചന്വഹം എത്രയും വ്യാജം ആട്ടം തുടങ്ങിനാർ. പൈ കറന്നിടുവാൻ അമ്മമാർ പാൽക്കിഴ കൈകളിലേന്തി ശിശുക്കളെയും കൊണ്ട് വൈകല്യമെന്നിയേ ചെല്ലുന്ന അളവുടൻ ഐകമത്യാത്മന രാമനും കൃഷ്ണനും ചെന്നു പശു ശിശു വൃന്ദങ്ങൾ വാൽനിര ഒന്നിച്ചു കൂട്ടിപ്പിടിച്ചു തൂങ്ങും വിധവും. പശുക്കളെ കറക്കാൻ അമ്മമാർ പാൽപാത്രം കൊണ്ട് കൈകളിലേന്തി ശിശുക്കളെയും കൊണ്ട് അപ്പം ശിശുക്കളെന്ന് പറഞ്ഞാൽ ആരാണ്? പശുക്കുട്ടികളെയും കൊണ്ട് പോകും പാൽ കറക്കാൻ. അപ്പോൾ വൈകല്യമെന്നേ ചെല്ലുന്ന അളവുടൻ രണ്ടുപേരും കൂടെ രാമനും കൃഷ്ണൻ്റെ ഒന്നിച്ച് ഒരുപോലെ ഐക്യതയോട് കൂടി തന്നെ ചെന്ന് ശിശു വൃന്ദങ്ങൾ, പശുവിൻ്റെയും പാൽ കുടിക്കുന്ന പശുക്കിടാവിൻ്റെയും കൂടെ വൃന്ദങ്ങൾ കൂട്ടം, പശുവിൻ്റെയും തള്ളയുടെയും കുട്ടിയുടെയും വാലുകൾ നിര ഒന്നിച്ച് കൂട്ടിപ്പിടിക്കും. കുട്ടിയുടെയും തള്ളയുടെയും പശുക്കുട്ടിയുടെയും. എന്നിട്ട് എന്ത് ചെയ്യും? വാൽ നിര ഒന്നിച്ചു കൂട്ടി പിടിച്ച് തൂങ്ങും വിധവും. പാല് കറക്കാൻ അമ്മ ചെല്ലുമ്പോൾ ഈ പശുക്കുട്ടികളെ വിടുമല്ലോ പാല് കുടിക്കാൻ. അപ്പോൾ ഈ തള്ളയുടെയും പുള്ളിയുടെയും കൂടെ വാലുകൾ കൂട്ടിപ്പിടിച്ച് അതിൽ തൂങ്ങും. കന്നുകൾ സംഭ്രമിച്ചോടുന്ന നേരത്ത് പിന്നാലെ തങ്ങൾ ഇഴഞ്ഞു ചെല്ലും ദൃഢം. അപ്പോൾ ഈ പശുക്കുട്ടികൾ എന്ത് ചെയ്യും? സംഭ്രമിച്ചോടും, വാലെ പിടിച്ച് തൂങ്ങും. അതും കുഞ്ഞല്ലേ, പശുക്കുട്ടി കുഞ്ഞല്ലേ. അപ്പോൾ അവർ പേടിച്ച് സംഭ്രമിച്ച് ഓടും. അങ്ങനെ പിന്നാലെ തങ്ങൾ ചെല്ലുന്നിടം. അപ്പോൾ കുട്ടികളും കൂടെ ഇഴഞ്ഞു ചെന്നു ചാടിക്കുഴഞ്ഞ് അന്യൂന ലീലകൾ നിന്ന് തുടങ്ങും. പശുക്കൾ മുമ്പിൽ തഥാ പശുക്കുട്ടികൾ എന്ത് കാണിക്കുന്നു
അത് ഈ പശുവിൻ്റെ തള്ളയുടെയും പശുക്കുട്ടികളുടെയും അടുക്കൽ നിന്ന് ചാടി കുഴഞ്ഞ് അന്യൂന ലീലകൾ കുഞ്ഞ് കിടാങ്ങളും അങ്ങനെയാണല്ലോ, അങ്ങോട്ടും ചാടിയും തകർത്ത് നിൽക്കുമല്ലോ. അത് കണ്ട് ഇവരും അതുപോലെ ചെയ്യും. കുട്ടികൾ ബലരാമനും കൃഷ്ണനും ചെന്ന് ചാടിക്കുഴഞ്ഞ് അന്യൂന ലീലകൾ നീന്ന് തുടങ്ങും. പശുക്കൾ മുമ്പിൽ ഈ പശുക്കളുടെ മുമ്പിൽ ചെന്ന് ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അവിടെ മുമ്പിൽ ചാടിയും കുഴഞ്ഞും അവരുടെ കൂടെ നൃത്തം ചെയ്തൊക്കെ ഇങ്ങനെ നിൽക്കും. ശൃംഗികളാം പശുവൃന്ദം തിരുവുടൽ സംഘിച്ച് ഉരുമി നക്കിടുവാൻ അഞ്ജസ വന്നൊരുമിച്ചത് കണ്ട് കുത്തിയിടുവാൻ എന്നതോർത്ത് അമ്മമാർ ദൂരെ നിർത്തും വിധോ. അപ്പോൾ സംഘിച്ച് ഉരുമി നക്കിയിടും. ഈ കുഞ്ഞുങ്ങളെയും കൂടെ അവർ ഒന്നിച്ച് തന്നെ പശുക്കുട്ടികളെ നക്കുന്നത് പോലെ കുഞ്ഞുങ്ങളെയും അങ്ങനെ ചെയ്യുമ്പോൾ പശുവിൻ്റെ കുത്തുവല്ലവും കൊള്ളുമെന്ന് ഓർത്ത് അമ്മമാർ ദൂരെ നിർത്തും കുഞ്ഞുങ്ങളെ. കന്നുകിടാങ്ങളെ വിട്ടു കുടിപ്പിച്ചു പിന്നെ ക്രുധിതരായി അന്നോരോ തരം മുന്നിലാമാർ കാണായതെല്ലാം തകർത്ത് അന്യായ കർമ്മങ്ങൾ ആചരിച്ചിടുവോർ. അവർ കന്നുകിടാങ്ങളെ വിട്ടു കുടിപ്പിച്ചു പിന്നെ ക്രുധിതരായി അന്ന് ഓരോ തരം മുന്നിലാമാർ കാണായതെല്ലാം തകർത്ത് അന്യായ കർമ്മങ്ങൾ ആചരിച്ചോളൂ. ഈ കുഞ്ഞുങ്ങളെ വിട്ടു കുടിപ്പിച്ചിട്ട് ഈ കുട്ടികളെ പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തുമല്ലോ, അപ്പോഴ് ക്രുധിതരാകും. എന്നിട്ട് ഓരോ തരം മുന്നിലാമാർ എന്തൊക്കെ ഉണ്ട് അതൊക്കെ കാണുന്നതൊക്കെ തകർക്കും. ഈ കുട്ടികളും എല്ലാം കണക്കാണ്. പശുക്കുട്ടികളാണെങ്കിൽ അതിനേക്കാളാണ്. കാരണം പാല് കുടിച്ച് തീരുന്നതിന് മുമ്പേ പിടിച്ച് മാറ്റുമ്പോൾ തന്നെ അവരും തകർക്കും. എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണ്. ഇവിടെ കൃഷ്ണനും ബലരാമനും മാത്രമല്ല, പശുക്കുട്ടികളും കുട്ടികളാണല്ലോ. എല്ലാവരുടെ അത് വല്ലാത്തൊരു അന്തരീക്ഷമായിരിക്കും അവിടെ നേരം. അവരെ പിടിച്ച് കെട്ടുമ്പോൾ അവർക്കും ദേഷ്യം വരും. പശുക്കുട്ടികൾക്ക് ദേഷ്യം വന്നിട്ടാണ് അവിടെ കാണാതെല്ലാം അവരും തകർക്കും. അപ്പോൾ മുന്നിലാമാർ കാണായതെല്ലാം തകർത്ത് അന്യായ കർമ്മങ്ങൾ ആചരിച്ചിടുവർ. എന്തൊക്കെ വേണ്ടാത്തതുകൊണ്ട് അതൊക്കെ കാണിക്കും. പാൽക്കിഴ തട്ടിച്ചരിക്കും ജലങ്ങളും പാത്രങ്ങൾ തച്ചുടച്ചും അകമ്പുക്കുടൻ. കുട്ടികൾ പാൽപാത്രങ്ങളെ തട്ടിച്ചരിക്കും. അവർക്കറിയില്ലല്ലോ പാല് കളയുന്ന വല്ലതും അറിയാമോ, പറഞ്ഞാൽ കേൾക്കുന്ന പരുവല്ലല്ലോ. അതുകൊണ്ട് പാൽക്കിഴ തട്ടിച്ചരിക്കും ജലങ്ങളും പാത്രങ്ങൾ തച്ചുടച്ചും അകമ്പുക്കുടൻ. കാൽക്കലാമാറു കാണായതെല്ലാം എടുത്ത് ആക്കമോട് അങ്ങുമിങ്ങും പ്രഹരിച്ചുടൻ. കൈ കിട്ടുന്നതെല്ലാം തകർക്കും. പാത്രങ്ങൾ പെരുനാഴികൾ നാഴികൾ മൂത്രങ്ങൾ കൊണ്ട് നിറച്ചു വച്ച അഞ്ജസ. നാഴികളിലും വലിയ നാഴിലും ചെറുനാഴിലും ഒക്കെ മൂത്രങ്ങൾ കൊണ്ട് നിറച്ചു വയ്ക്കും. കാച്ചി കുറുക്കി കൊഴുത്തിരിക്കുന്ന പാൽ പൂച്ചകൾക്കും കൊടുത്ത ആശു തൻ കുഷിയിൽ പൂർത്തി വരുമാറ് പിതങ്ങളും. അതായത് കാച്ചി കുറുക്കി വെച്ചേക്കുന്ന പാലെടുത്ത് 2 വയസ്സൊക്കെ കാണും, 3 വയസ്സൊക്കെ. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അതിൽ തവിയോ ഒക്കെ ഇട്ട് ഇളക്കിയാണല്ലോ അത് തണുക്കാനൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് കോരി പൂച്ചയ്ക്കും കൊടുക്കും. എന്നിട്ട് തൻ കുഷിയിൽ ഇവരുടെ വയറ്റിലും വയറ് നിറയ്ക്കും. ബലരാമനും ഭഗവാൻ കണ്ണനും പൂച്ചയ്ക്കും കൊടുക്കും. എന്നിട്ട് തൻ കുഷി വയറ് അവരുടെ വയറിലും പൂർത്തി വരുമാറ് കുടിക്കും. കൂർത്ത കോൽ കൊണ്ട് പാത്രങ്ങൾ തൻ മൂടുകൾ ചോർത്ത് കളയും പൊഴുത് ജനനികൾ പാർത്തു പിന്നാലെ പോയി ചെന്നടുക്കും വിധോ. അങ്ങനെ അവിടെ ജനനിമാരൊക്കെ എങ്ങനെയാ, കൂർത്ത കോൽ കൊണ്ട് ഈ കൊച്ചുങ്ങൾ പാത്രം കണ്ട തൻ മൂടുകളൊക്കെ ചോർത്ത് കളയാൻ കിഴിക്കും. അപ്പോൾ ചോരും, പാലെല്ലാം ചോർത്ത് കളയും പൊഴുത് ജനനികൾ പാർത്ത് അങ്ങനെ ചെന്നും നോക്കും. ഇവരെന്താ ചെയ്യുന്നതിനും പാർത്ത് നിൽക്കും. പിന്നാലെ പോയി ചെന്നടുക്കും. അപ്പോൾ അടുത്ത് നോക്കുമ്പോൾ എന്താ ചീർത്തനും ഭീതി കൊണ്ടെന്ന പോലെ പുറത്താർത്തിയാ കരഞ്ഞു മണ്ടി പുറപ്പെട്ടുടൻ. അപ്പോൾ ഈ ജനനിമാർ ചെന്ന് ഒളിച്ചിങ്ങനെ ചെന്ന് എന്ത് ചെയ്യാന്നേരം നോക്കുമ്പം കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, പേടിച്ചിട്ട് കുറ്റം ചെയ്യണമെന്ന് അവർക്ക് അറിയാം. അപ്പോൾ അവർ ഭയന്നിട്ട് ചീർത്തഴും ഭീതി കൊണ്ടെന്ന പോലെ പുറത്തേക്ക് കരഞ്ഞുകൊണ്ട് മണ്ടി ഓടും. ശീഘ്രം വിരവോട് പോയി ചെന്ന് സത്വരം മാർഗേ നടന്നുള്ള ജന്തുക്കൾ തമ്മയും നോക്കി പിടിച്ചു കളിപ്പിക്കും ഒട്ടവ പോയിക്കളഞ്ഞുള്ള ഖേദേന കേഴും ചിരം. അങ്ങനെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, മാർഗേ വഴിയിലൊക്കെ കാണുന്ന ജന്തുക്കളുണ്ട്, പൂച്ചയോ അതായത് മാർജാരൻ, പൂച്ചയോ പിന്നെ കുഞ്ഞു പശുക്കുട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ഇന്നതെന്നില്ല, അവർക്ക് ഇന്നതെന്ന് അറിയില്ലല്ലോ, പിടിച്ചുകൂടാത്തതിനെയും ചെന്ന് പിടിക്കാൻ ചെല്ലും. അപ്പോൾ ശീഘ്രം ഇങ്ങനെ കരഞ്ഞു ഓടുമ്പോൾ പെട്ടെന്ന് വിരവോട് പോയി ചെന്ന് സത്വരം മാർഗേ വഴിയിൽ കാണുന്ന ജന്തുക്കളെയൊക്കെ നമുക്ക് നോക്കി പിടിച്ച് കളിപ്പിക്കും ഒട്ടവ. അവർ ചിലതൊക്കെ ഓടിക്കളയും. ഈ ജന്തുക്കൾ നിൽക്കത്തില്ല,
അതുകൊണ്ട് അവരിപ്പോൾ ഒരു അണ്ണാൻ കുഞ്ഞിനെ കണ്ടാൽ അവർ നിൽക്കുമോ, അവർ ഓടും. അപ്പോൾ പോയി കളഞ്ഞേക്കുള്ള ഖേദേന അവിടെ കിടന്ന് കരയും. എന്തുകൊണ്ടാണ് ഓടിപ്പോയത്? പിടിക്കാൻ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾക്കും അറിയില്ല, പിടിക്കുമ്പോൾ നിന്ന് കൊടുക്കണമെന്ന് അവർ ധരിക്കുന്നത്. അതുകൊണ്ട് അവർ ചെന്ന് ഓടിക്കളയുമ്പോൾ ഈ കുട്ടികൾ അവിടെ നിന്ന് കരയും. നോക്കി പിടിച്ച് കളിപ്പിക്കും. ഒട്ടവ പോയി കളഞ്ഞുള്ള ഖേദേന കേഴുംചിരം നീർക്കുഴികൾക്കകത്താക്കമോട് ആകാശ ഭാസ്കര മണ്ഡലാദ്യങ്ങൾ കണ്ടങ്ങവർ നീക്കമൊഴിഞ്ഞ് പിടിച്ചുകൊള്ളുവാനും ഒട്ടാഗ്രഹിച്ചേറ്റം പരിശ്രമിക്കും മുതാ. നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം. തൊണ്ടയും വയ്യ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.